ഹായ് എവരിവൺ. അപ്പൊ ഇന്ന് ഉത്രാടാണ് കേട്ടോ. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ അതിന്റെയൊക്കെ വ്ളോഗായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കണേ കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം പൂക്കളതാട്ടാ. പൂക്കളൊക്കെ ഇതാ പൂവൊക്കെ ഇതാ പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മൾ ഇന്നലെ വാങ്ങിച്ച പൂവാട്ടോ അത്. അരളിപ്പൂവുണ്ട്. പിന്നെന്താ ഇതെന്താ പേര്? നല്ല മണുണ്ട് എന്തായാലും. ഇതെന്ത് ഇനി പറയാ ജമന്തി അല്ല, ജമന്തി ഇതാ. ജമന്തി ഉണ്ട്. പിന്നെ വാടാമുല്ല ഉണ്ട്. ഇതിന്റെ പേരെന്താ? ചെണ്ടുമല്ലി. ഓറഞ്ചും മഞ്ഞയും ഉണ്ട് കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ. പൂവിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാണല്ലോ. നമുക്കിത് വെട്ടിയിട്ട് ഒരു പൂക്കളം ഇടാം ആദ്യം തന്നെ. കുറച്ച് പറമ്പിന്ന് ഉള്ള പൂ പൊട്ടിക്കാട്ടോ. ആ റെഡ് പൂ ഉണ്ടാവും, കൃഷ്ണഗീരം ഉണ്ടായിട്ടുണ്ടാവും. അതെടുത്തേക്ക് അത് പൊട്ടിക്കാം നമുക്ക്. അങ്ങനെ ഇട്ട പോലെ നല്ല മഴയാണ് വരുന്നത്. പിന്നെന്താ പ്രാവശ്യം മഴയത്താലേ ഓണം. ഇന്നലെ അമ്മ പഞ്ചായത്തിന്റെ അവിടേക്ക് പോയപ്പോഴേ ഓണച്ചന്ത, പഞ്ചായത്തിലെ ഓണച്ചന്ത ഫുള്ള് കൊറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. എന്ത് തിരക്കാണ്. ഇന്ന് പൂവൊന്നും വിരിഞ്ഞിട്ടില്ല കൃഷ്ണഗീരത്തിന്. നമുക്ക് ഈ ഇല വെട്ടിയിട്ട് കുറച്ച് ഈ ചുവപ്പ് കളർ ഉണ്ടാക്കാം. ചുവപ്പൊന്നും അല്ലല്ലോ ഇത്. മുറ്റത്തൊക്കെ മെറ്റലും പിന്നെ മഴ പെയ്യുമ്പോ നനയും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇവിടെയാണ് കേട്ടാ പൂക്കളിടാറ്. അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. പിന്നെ നമുക്ക് ചാണകം കിട്ടാനില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ നിലത്തിട്ട് കൊടുക്കുക ചെയ്യാറ്. അരളി. ഈ അരളിപ്പൂവിന് കാണാനുള്ള ഭംഗിയുള്ളൂ. കുട്ടികളൊക്കെ വായിലിട്ട് കഴിച്ചാല് ഉണ്ടാവും. ഇത് കോർത്ത് തലയിൽ വെച്ച് നല്ല ഭംഗിയുണ്ടാവില്ലേ. പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇത് പൂ വാങ്ങണ പരിപാടിയൊന്നും ഇല്ല, പൊട്ടിച്ചത് ഇട്ടിടില്ലേ. കുറ്റിയൊക്കെ പൊട്ടിക്കാൻ ഇങ്ങനെ ഇരിക്കും. പിന്നെ മുഷിന്റെ ഇലയൊക്കെ പൊട്ടിക്കാൻ ഇങ്ങനെ ഇരിക്കും കുറേ നേരം. എന്നിട്ട് അതല്ല രസം. ഓണ പരീക്ഷയോ ആ സമയത്ത്. പരീക്ഷയുടെ അന്ന് രാവിലെ പൂക്കളിടായിരിക്കല്. അപ്പൊ നമുക്ക് ഇനി കുട്ടുവിന്റെ പല്ല് വറക്കാട്ടാ. 2-3 ദിവസമായി ഇത് ഇളകിക്കൊണ്ടിരിക്കണു. അത് നമുക്ക് പറിച്ചു കളയാം. ഓ കാണിച്ചതാ. അപ്പൊ ഗായ്സ് അമ്മക്ക് പറിക്കാൻ കിട്ടണില്ല. ഞാൻ രംഗത്ത് ഇറങ്ങിയേക്കാണ്. കുട്ടുവാ, കഴിഞ്ഞ പ്രാവശ്യം പല്ല് പറിച്ചെന്ന പോലെ വേഗം പറിച്ചുതരാം. വാ, ഓടല്ലേ കുഞ്ഞാ, പല്ല് പറിച്ചു തരാം. അമ്മക്ക് പറിക്കാൻ പറ്റണില്ല. ചേച്ചി പറിച്ചു തരും. സമ്മതിക്ക് പൊന്നോ, സമ്മതിക്ക്. നല്ല മോനല്ലേ, സമ്മതിക്ക്. ഏത് വല്ലതല്ലേ? ഇതല്ലേ ഓടല്ലേ. എടുക്കണ്ട. ചെയ്തോ. അപ്പൊ നമുക്ക് നാളേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് നാളികേരം പൊളിച്ചേക്കാട്ടോ. പൊളിച്ച് ചിരകി വെച്ച് കഴിഞ്ഞാൽ നാളെ എളുപ്പത്തില് സദ്യ ഉണ്ടാക്കുമ്പോ കാര്യങ്ങൾ കഴിയുമല്ലോ. പണ്ട് ഇതേപോലെ നാളികേരം പൊട്ടിക്കുമ്പോഴല്ലേ ഞാൻ അമ്മേനെ തേങ്ങ എറിഞ്ഞ് കൊല്ലാൻ നോക്കിക്കള്. അടികൂടിയിട്ട് എന്നെ നാളികേരം എടുത്ത് എറിഞ്ഞിട്ട് ചെറുപ്പത്തിലെ കുട്ടുവിന്റെ അത്ര ആവുമ്പോ കുട്ടുവിനേക്ക് അപ്പുറമായിരുന്നു.
അപ്പൊ നമ്മള് ആവശ്യത്തിനുള്ള നാളികേരം പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നാളേക്ക് ആവശ്യത്തിനായിട്ട് ചിരകി വെക്കാം നമുക്ക്. അപ്പൊ നമ്മള് കുറച്ച് വേപ്പിന്റെ ഇല പൊട്ടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് കാറ്റിന് ഒടിഞ്ഞു വീണപ്പോ ഇതിന്റെ മുകളിൽ ഞാൻ കവറൊക്കെ ഇട്ട് കെട്ടി വെച്ചതായിരുന്നു. അതിന്റെ പുതിയ കൂമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ പുതിയ ഓമത്തൈ ഇതുമെന്ന് ഉണ്ടാവും. ഇവിടെ എൻ്റെ കുഞ്ഞിപ്പോള് വരുന്നുണ്ട്, പൊടിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഓമക്കായ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്ക് പോവാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നാളേക്കുള്ള കാളൻ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പം ഇനി അടുത്ത പണി കാളൻ ഉണ്ടാക്കി വെക്കലാണ് കേട്ടോ നാളേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കാളൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ചാനലിൽ ഇടാം കേട്ടോ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.